ശാരദ നോക്ക്, നമ്മുടെ ചേട്ടത്തിയുടെ മൗനവ്രതം ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായി ദോഷം വരുത്തും കേട്ടോ. അതെങ്ങനെ? എടി, ഒന്നാമത് ഇങ്ങനെ മൗനിയായിരിക്കുമ്പോ ഉള്ളിൽ ഇങ്ങനെ ചിന്തകൾ വന്ന് നിറയും. അതിനെന്താ? അതിന് എടി ചുമ്മാ ഇരുന്ന് പല കാര്യങ്ങളെ കുറിച്ചും ചേട്ടത്തി ചിന്തിക്കും. ചിന്തിക്കട്ടെ, അതിന് നമുക്കെന്താ? എടി, ബാക്കി കാര്യങ്ങളെല്ലാം ചിന്തിച്ച് മടുക്കുമ്പോ വെറൈറ്റിക്ക് വേണ്ടി നമ്മുടെ കാര്യത്തെ കുറിച്ചും ചിന്തിക്കും. അതിന് എടി, നമ്മൾ എന്തിനാണ് ഇവിടെ ഇങ്ങനെ നങ്കൂരോട്ട് കിടക്കുന്നതിനെ കുറിച്ചും ചിന്തിക്കും. എത്രയും പെട്ടെന്ന് നമ്മളെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള മാർഗം എന്താണെന്നതിനെ കുറിച്ചും ചിന്തിക്കും. മൗനം ആയതുകൊണ്ട് ഒരുപാട് ചിന്തകൾ തലയിൽ കയറുകയും ചെയ്യും. ഈശ്വര, ഞാൻ അത്ര ആലോചിച്ചില്ല. എല്ലാ നല്ല കാര്യങ്ങളിലും ഒരു ചീത്ത വശവും എല്ലാ ചീത്ത കാര്യങ്ങളിലും ഒരു നല്ല വശവും ഉണ്ടെന്ന് പറയും. ഇപ്പോ റോസാ ചെടിയുടെ മുള്ള് ചീത്തക്കാരി, ആ മുള്ള് കാരണം ആളുകൾ പെട്ടെന്ന് റോസാപ്പൂ പൊട്ടിച്ചോണ്ട് ഓടൂല എന്നുള്ളത് നല്ല കാര്യം. ഇവിടെയും അതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും സുഗുണേട്ടാ? എന്ത് ചെയ്യുന്ന, നമുക്ക് ഈ മൗനവ്രതം പൊളിക്കാൻ നോക്കാം. ശരിയാ, നീ വരി. കുരങ്ങൻ കപ്പലിന്റെ കുരങ്ങനെ കാണിച്ചത്. ചേട്ടത്തി മൗനവ്രതാണെ വിറ്റടിക്ക് ഒരു കുറവില്ല. പിന്നെന്തോന്നു, ഞാൻ നേരത്തെ ചോദിച്ചത്. അതെ, ഊണൊക്കെ നമുക്ക് കഴിക്കാം. പക്ഷേ വളരെ പരമപ്രധാനമായ ഒരു കാര്യം പറയാനാണ് ഞങ്ങൾ ഇപ്പൊ വന്നത്. ഈ മൗനവ്രതം ആരോഗ്യത്തിന് ഹാനികരമാണെന്നൊരു പത്രത്തിൽ വായിച്ചു. അതുകൊണ്ട് ചേട്ടത്തി ഈ മൗനവ്രതമില്ലേ, അത് ബ്രേക്ക് ചെയ്യണം. അയ്യോ, അതെ. പിന്നെ ശരി ശരി, ഈ വ്രതം മുറിക്കൂലെന്ന് കഠിന വ്രതം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഒന്നും ചിന്തിക്കരുതേ. ഇനി അഥവാ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ സ്വന്തം വീട്ടുകാരെ കുറിച്ച് ചിന്തിക്കരുത്. അല്ല, ഈ ബന്ധുക്കളെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാ അത് ബ്രെയിനെ ബാധിക്കുമെന്നാ പത്രത്തിൽ പറയുന്നത്. സത്യമാ, ബന്ധുക്കളെ ചിന്തിച്ചാലേ ബന്ധം വേർപിരിയുന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ചത്താലും ശരി വീട്ടിനകത്തുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിച്ചേ പോകരുതേ കേട്ടോ. നാത്തൂന് ഇതൊരു വ്രതമായിട്ട് എടുക്കണം കേട്ടോ. എന്തോ അവിടുത്തെ ജോലി ആദ്യം തീർത്തിട്ട് ഇവിടെ പോവാന്ന ഞാൻ ലീലാവതി കുഞ്ഞിനോട് പറഞ്ഞിട്ട്, കുഞ്ഞേ അല്ലേ ഞാനെന്തിനാ ആക്ഷൻ എടുക്കുന്നത്? കുഞ്ഞേ, ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് പറ്റൂലെന്നാ? ആദ്യം കുഞ്ഞിന്റെ വീട്ടിൽ, അതാണ് രീതി എന്നാ. ഇവിടെ ആദ്യം എവിടെ ദേവോത്തിന് ഏൽപ്പിക്കാതെ. എന്തൊരു സുഖം. ബാക്കിയുള്ളൊരു ചെവിക്ക് പരമാനന്ദം. അയ്യയ്യേ, ഭർത്താക്കന്മാരെ അങ്ങനെ പറയല്ലേ മക്കളെ, മോശം. ഇതൊന്നും മുട്ടനാടുകളെ പോവും. സത്യം പറയല്ല അമ്മച്ചി കേട്ടാ. അല്ല ലജാച്ചി, ഈ സൗന്ദര്യ കഴിയുന്ന ആഹാരം കഴിക്കുമ്പോ ഉണ്ടല്ലോ, അതൊരു നിറവ്. പക്ഷേ ഓസിനുള്ള ആഹാരം കഴിക്കുമ്പോ അത് നിറവല്ല, അതൊരു കുറവാ. മനസ്സിലായ? കുഞ്ഞേ, നാവ് ശരിയല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുഡാണ്. ആരാന്റെ തല്ലിയിട്ടത് രക്ഷപ്പെടാ. I am also going to practice this മൗനവ്രതം. Oh, very good കുഞ്ഞേ, very good. This വീട്ടില് മൗനവ്രതം കൊണ്ട് very very good.
എങ്ങനെയാ അത് പ്രാക്ടീസ് ചെയ്യുന്നത്? ഈ ആഹാരം കഴിക്കാൻ വായി തുറക്കാമോ? കഴിക്കാം പക്ഷേ ചവയ്ക്കുമ്പോ സൗണ്ട് കേൾക്കരുത്. എന്തായാലും ഞാൻ മൗനവ്രതം തുടങ്ങാൻ പോവാ. എന്ന് വെച്ചാൽ ഐ ആം ഓൾസോ ഗോയിങ് ടു സ്റ്റാർട്ട് ദിസ് മൗനവ്രതം. മൗനവ്രതത്തിന്റെ ഇംഗ്ലീഷ് ആണ് മൗണ്ട് വ്രത്. ഗുഡ് ഇംഗ്ലീഷ്. യു ഗോ. ഗോയിങ്. അയ്യോ. അതെ വിശ്വനാഥൻ സതി എന്റെ കർത്താവേ, ഈ കൊച്ചുങ്ങൾക്ക് ഇത് എന്നാ പറ്റി? എന്റെ ലതാകുമാരി, ഈ കൊച്ചുങ്ങൾക്ക് ഇത് എന്നാ പറ്റിയെന്നാ? മൗനവ്രതം. പിന്നെ മനസ്സിനും ശരീരത്തിനും ഒരുപാട് നന്മകൾ ഉണ്ടാക്കുന്നതാണെന്ന്. മിണ്ടരുത്. സതികുഞ്ഞ് പറഞ്ഞത് മറിചേർത്തിക്ക് മനസ്സിലായോ? പിന്നെ മനസ്സിലാകാതെ. ചായ വേണോ നാരങ്ങാ വെള്ളം വേണോ എന്ന് ചോദിച്ചു. നാരങ്ങാ വെള്ളം മതി എന്ന് മറുപടി പറഞ്ഞു. എങ്ങനെ പിടികിട്ടിയെന്നോ? ഒരാളിന്റെ സ്വഭാവവിശേഷങ്ങൾ പഠിച്ചാ മതി. അതുമായി ബന്ധപ്പെട്ടായിരിക്കും ചലനഭാഷയും ശരീരഭാഷയും. അതൊക്കെ ഇരിക്കട്ടെ. പെട്ടെന്ന് ഇങ്ങനൊരു മൗനവ്രതം തുടങ്ങാനുള്ള കാരണം എന്നതാ കൊച്ചേ? ലീലാവതി കുഞ്ഞും മൗനവ്രതം തുടങ്ങി. അപ്പൊ സാധി കുഞ്ഞിന് വെറുതെ ഇരിക്കാൻ പറ്റൂ? ഒരു ദിവസം 2 ദിവസം ഒന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയായി. ആദ്യം ലീലാവതി കുഞ്ഞ് നിർത്തിയിട്ട് ഞാൻ നിർത്താന്ന്, അങ്ങനെയല്ലേ? പറയുമ്പോ സതിക്ക് വിഷമം തോന്നരുത്. മൗനവ്രതം എത്രയും തുടരാൻ പറ്റുമോ അത്രയും തുടരണമെന്നാ എന്റെ ഒരു എളിയ അഭിപ്രായം. മറ്റുള്ളവർക്കൊരു സമാധാനവും കിട്ടും. അതുമല്ല, നമ്മുടെ ശബ്ദം ഒന്ന് നിർത്തുമ്പോഴേ മറ്റുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാനും പറ്റും. അതിന് നമ്മൾ അവസരം കൊടുക്കണമല്ലോ. പിന്നെ മൗനം എന്ന് പറയുന്നത് ധ്യാനം. ധ്യാനത്തിൽ നിന്ന് നമുക്ക് പുത്തൻ ചിന്തകളും ഉണ്ടാകും. ഞാനും പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ പോണെന്നല്ലേ? അതൊന്നും സാരമില്ല. ഇനിയിപ്പം അതൊന്നും വേണ്ട. എനിക്കല്പം ധൃതിയുണ്ട്. ഞാൻ വന്നതേ ഒരു ചെറിയ ഗെറ്റ് ടുഗദറിന് നിങ്ങളെയൊക്കെ വിളിക്കാനാ. എന്റെ മോള് പുറം നാട്ടിൽ നിന്ന് വരുന്നു. അപ്പൊ ഒരു ഒത്തുകൂടല്. 15-ാം തീയതി. അപ്പോഴേ വിശ്വനാഥനോടും ഓടിക്കയോടും ഒക്കെ പറയണം. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. അടുത്ത പ്രാവശ്യം അപ്പുറത്തൂടെ പോണം. അയ്യോ. ഹായ് ഓടിക്കേ. ഹായ്. സ്റ്റോപ്പ്. 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രായത്തിൽ മൂത്തവരെ കയറി പേര് വിളിക്കല്ലേ. ഹോ, ഇൻ ഇംഗ്ലീഷ് നെയിം കോളിംഗ് ഈസ് കോമൺ. ഇംഗ്ലീഷിൽ പേര് വിളിക്കുന്നത് കോമൺ. മലയാളം മൂത്തവരെ കയറി പേര് വിളിക്കൽ ഈസ് ടൂത്ത് തെറിക്കൽ മാറ്റം. പല്ല് പോന്ന കാര്യം. ഓക്കേ, ഞാൻ ചോദിക്കുന്നത് അതല്ല. 2 ഫാമിലി മൗനവ്രതത്തില. അതെന്താ? വാട്ട് ഈസ് ദ പർപ്പസ്? പർപ്പസ് ഈസ് എയർ പൊല്യൂഷൻ. ഈ പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി, എയർ പൊല്യൂഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി.
ഞാനൊന്ന് പറഞ്ഞില്ലേ എനിക്കും മൗനവ്രതം ആ നോക്കണം. നോക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഈ മൗനവ്രതം പിടിക്കുന്നവരെ നോക്കിയിരുന്നാ മതി. എന്ത് കിട്ടുന്നില്ലേ? ഓ അവസാനം കിട്ടി കേട്ടാ. ഇറ്റ് ഈസ് നോട്ട് കളിയാക്കിങ്, ഇറ്റ് ഈസ് സീരിയസ്. ഓക്കെ. മൗനവ്രതം ചേച്ചി പോ. ചേച്ചി പോ. അങ്ങോട്ട് പോയി. ബുക്ക് എടുക്കാനാണ് അകത്ത് പോയതെന്ന് എനിക്ക് മനസ്സിലായി. സതിയോട് കളിച്ചാൽ വിവരം അറിയും. വിവരമില്ലാത്തവർ എന്ത് വിവരം അറിയിക്കാനാണ്? പിന്നെ എന്റെ ഭർത്താവ് UD ക്ലർക്കാണ്. അയ്യേ UD ക്ലർക്ക് എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ആളാണ്. അയ്യയ്യേ കളിയാക്കരുത്. കളിക്കരുത്. ഓരോ രസകരങ്ങളായ സംഭവങ്ങൾ നോക്കണേ ഓടിയൊക്കെ. എന്താ സംഭവം? പറയണം, ഞാനിവിടെ രസിക്കട്ടെ. അല്ല, മനസമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മൗനവ്രതം തുടങ്ങിയത്. ആ. അതോടെ ഉള്ള മനസമാധാനം കൂടെ പോയി കിട്ടി. ഈ സമാധാനം വ്രതത്തിലൂടെ അല്ല, മനസ്സിലൂടെയാണ് കിട്ടേണ്ടത്, അല്ലേ മാവ? പിന്നല്ലാതെ ആ മനക്കട്ടി വർദ്ധിപ്പിക്കാനും മനസ്സും ശരീരവും ശുദ്ധിയാക്കാനും വേണ്ടി ഒക്കെയാണ് ഓരോ വ്രതങ്ങളും പദ്യങ്ങളും ആചാര്യന്മാര് നിർദ്ദേശിച്ചിട്ടുള്ളത്. മനക്കട്ടി ഇല്ലാത്തവർ അതിന് ഇറങ്ങരുത്. ആ ലതച്ചേച്ചിയാണ് രണ്ടുപേരോട് ഇളക്കി വിട്ട് പ്രശ്നങ്ങൾ ഇത്ര വഷളാക്കിയത്. വിട്ടുകൊടുക്കരുത്. മൗനവ്രതത്തിൽ അടിയുറച്ച് നിന്ന ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, മൗനവ്രതം ഒന്നും പറയുമ്പോ മനസ്സിനാകെ ഒരു കുളിർമ. അങ്ങനല്ലേ കുഞ്ഞെ? അയ്യോ, സമാധാനം, കുളിർമ. മൗനവ്രതം തുടങ്ങിയതോടെ ഞങ്ങൾ തമ്മിലുള്ള വഴക്ക കൂടിയത്. കുഞ്ഞെ, വ്രതം, മൗനവ്രതം. മിണ്ടരുത്. മുമ്പാണെങ്കിൽ വഴക്കൂടുമ്പോ വാ തുറന്ന് വല്ലതൊക്കെ പറയായിരുന്നു. ഇപ്പൊ എല്ലാം മനസ്സിൽ അടക്കി പിടിക്കണം. ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല. അയ്യോ കുഞ്ഞെ, അത് വേണ്ട. കുഞ്ഞണ്ട, ഒറ്റ അക്ഷരം വേണ്ടി പോരുത്. കുഞ്ഞെ പറയണ കേൾക്കരുത്. ശബ്ദം പുറത്തു വെക്കരുത്.
കുറച്ച് ദിവസമായി ഉള്ളിൽ അടക്കി വെച്ചിരുന്നത് പൊട്ടിത്തെറിക്കാൻ പോവാ. കേട്ടോ? എന്താ കുഞ്ഞ്? അയ്യോ. മൗനവ്രതം അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിന് വല്ലാത്ത സുഖം. കറക്റ്റ് 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 വാ